പ്രിയപ്പെട്ടവരെ, സാബിർ വളരെ വിശദമായ രീതിയിൽ തന്നെ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന പേരിൽ കുമാരനാശാനെ അനുസ്മരിക്കുമ്പോൾ കുമാരനാശാനെ അദ്ദേഹത്തിൻ്റെ ഒരു കവിത തന്നെ സ്മരണയിലെത്തുന്നു. ദീർഘമായ സ്മരണയുടെ അകമ്പടിയോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിതത്തിലൂടെ സ്വയം ആർജിക്കുന്നതും ജീനുകളിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നതുമായ സ്മരണയുടെ വലിയ ലോകം തന്നെയാണ് ഓരോ വ്യക്തികളും. അങ്ങനെ നമ്മളുടെ അനുഭവങ്ങളുടെ സംഭരണികളുടെ കൂട്ടത്തിൽ വായനക്കാരായ നമ്മളെ ആകർഷിച്ച അനവധി പുസ്തകങ്ങളും കടന്നു വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കുമാരനാശാൻ എൻ്റെ പഠനത്തിനോടൊപ്പം എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു കവിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ് എനിക്ക് കുമാരനാശാൻ്റെ വരികളും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകവും. അതായത് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ച വരികളുണ്ട്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാൻ നൽ പൂമ്പാറ്റകളല്ലിവയെല്ലാം. അതായത് ഒരു പൂവിൽ നിന്ന് പറന്നു പോകുന്ന പൂമ്പാറ്റകളെ കാണുമ്പോൾ പൂവ് തന്നെ പറന്നു പോവുകയാണ് എന്ന് തോന്നുന്ന ഒരു കുട്ടി, അങ്ങനെയുള്ളൊരു ആസ്വാദകനെ അല്ലെങ്കിൽ അനുവാചകനെ തന്നെയാണ് കവി എന്നും പ്രതീക്ഷിച്ചിരുന്നത്. തൻ്റെ സമൂഹത്തിനോട് പറയുവാൻ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പിന്നീട് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പഠിച്ചത് ഇതാണ്: പൂക്കുന്നു ദാമുല്ല, പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പോവാൻ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. അതെ, നമ്മൾ കാടന്തി മേഘങ്ങൾ പോലെ ചുവക്കേണ്ടിയിരിക്കുന്നു, ചമക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മളെ ഈ കാലഘട്ടത്തിലും കവി ഓർമ്മിപ്പിക്കുന്നു. കവിയുടെ ലോകത്തിലൂടെ വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയത് 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കണ്ടതാണ്. അഴകോടെന്ന കരത്തിൽ തെക്കു കിഴക്കതുവഴി ഒഴുകും യമുന തൻ്റെ പുളിനം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരുണ തുടങ്ങുന്നത്. കാരുണ്യം എന്താണ്? കരുണ എന്താണ്? കാത്തിരിപ്പ് എന്താണ്? കാത്തിരിപ്പിൻ്റെ അവസാനം മനുഷ്യൻ എത്തിച്ചേരുന്ന ദൈന്യത എന്താണ് എന്നെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒരു ഖണ്ഡകാവ്യമാണ് കരുണ. കരുണയിലെ കുറച്ചു വരികളും അന്ന് ഞാൻ പഠിക്കുകയുണ്ടായി. അന്ന് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് നന്നായിട്ട് കവിത ചൊല്ലുന്നവരെ കൊണ്ടാണ് ഈ കവിതകളെല്ലാം ചിലപ്പോൾ ടീച്ചർമാർ ചൊല്ലിക്കുക. പലപ്പോഴും ഞങ്ങളുടെ കാലത്ത് കവിത പഠിക്കുക മാത്രമല്ല, അതിൻ്റെ വൃത്തം എന്താണെന്ന് കണ്ടെത്താനായിട്ട് അത് തരംതിരിച്ച് അതിൻ്റെ ലക്ഷണം പറയണം,
അതുമാത്രമല്ല, അതിലുള്ള അലങ്കാരങ്ങൾ വരെയും പറയേണ്ടിയിരുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അലങ്കാര ശാസ്ത്രപ്രകാരം നമുക്ക് ഒരു കവിതയെ എങ്ങനെ വിമർശിക്കാം, എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ വൃത്തം എന്താണ്, അതിൻ്റെ അലങ്കാരം എന്താണ് എന്നെല്ലാം ഒരുവിധം കുട്ടികളും പഠിച്ചിരിക്കും. പിന്നെ കവിതയെ സംബന്ധിച്ചിടത്തോളം അന്ന് മറ്റൊന്നുള്ളത്, പരീക്ഷയ്ക്ക് കവിതയിൽ നിന്ന് 8 വരിയോ 10 വരിയോ ഒക്കെ ചോദിക്കും. അതിലെ പ്രത്യേകത അതിൻ്റെ അകത്ത് ആ കവിത എഴുതുക മാത്രമല്ല, അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് എഴുതേണ്ടിയിരിക്കുന്നു. പൂർണ്ണവിരാമം എവിടെയാണ്, കാകുവല്ലെങ്കിൽ ചോദ്യചിഹ്നം എവിടെയാണ്, ഇതെല്ലാം എങ്ങനെയാണ് എന്നത് പോലും അന്ന് നമ്മൾ കൃത്യമായി എഴുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളും അന്ന് പഠിച്ച ഈ കവിതകൾ അവരുടെ ഓർമ്മയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ സഹജനും സുരേന്ദ്രനുമെല്ലാം ഈ കവിതകൾ ചൊല്ലുമ്പോൾ, അതായത് കരുണയിലെ വരികൾ ചൊല്ലുമ്പോൾ, ഞങ്ങൾ വളരെ കരുണാർദ്രമായി അവരുടെ അവസ്ഥയെക്കുറിച്ച് എന്ന് തന്നെ കാണാൻ വരും ഉപഗുപ്തൻ എന്നുള്ള ചോദ്യം, സമയമായില്ല പോലും എന്ന മറുപടിയാണ് അദ്ദേഹം എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ നമുക്കിനി ഇത്തരം ഒരു മത, ജാതി, വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഭരണത്തെ എന്ന് അവസാനിപ്പിക്കാനാകും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ സമയമായി എന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ട് എന്ന് നിങ്ങളുടെ എല്ലാം ബോധമണ്ഡലത്തിലേക്ക് ഞാനും കടത്തിവിടുകയാണ്. നിങ്ങൾക്കതെല്ലാം നന്നായി അറിയാം. കുമാരനാശാനെ കുറിച്ച് പലരും പല വിധത്തിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് എതിരാളികൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ അതിലേറെ അനുയായികളും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അന്ന് എതിരാളികൾക്കാണ് അക്ഷരാഭ്യാസവും അറിവും അധികാരവും ഉണ്ടായിരുന്നത്. കുമാരനാശാനെ പോലെയുള്ളവരെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന അനവധി പേര് ഇദ്ദേഹത്തിൻ്റെ കവിത അന്ന് കേട്ടിട്ടുള്ളത് വാമൊഴിയിലൂടെയാണ്. കാരണം പലർക്കും അന്ന് വരമൊഴി അറിയില്ലായിരുന്നു. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്നും കാവ്യാരാമത്തിലെ ദിവ്യഗോകുലമെന്നും ദാർശനികനെന്നും സ്നേഹോപാസകനെന്നും സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യനെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട മഹാകവി കുമാരനാശാൻ്റെ കാവ്യജീവിതം മൃത്യുഞ്ജയമാണെന്ന് സാനു മാസ്റ്റർ നിരീക്ഷിച്ചു. സാനു മാസ്റ്റർ കുമാരനാശാനെ കുറിച്ച് നല്ല പഠനങ്ങൾ രചിച്ചിട്ടുണ്ട്. സാനു മാസ്റ്റർ മാത്രമല്ല, സുകുമാര അഴീക്കോട് സീതാകാവ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം സീതയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അതീവ പ്രസക്തമാണ്. അതായത് ചിന്താവിഷ്ടയായ സീതയിലേക്ക്, സീതയുടെ നിലപാടുകളിലേക്ക്, പുരുഷത്വ ആധിപത്യ സമൂഹത്തിലെ രാമനെ പോലുള്ളവരുടെ നിലപാടുകളെ കുറിച്ച് താൻ എന്താണ് ചെയ്ത കുറ്റമെന്നും തൻ്റെ തെറ്റെന്താണെന്നും താനെന്തിനെ പീഡിപ്പിക്കപ്പെട്ടുവെന്നും സ്വയം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു ആത്മഗതമായ കവിതയാണ്. അവിടെ സീതയോട് തന്നെ സംസാരിക്കുകയാണ്. അതായത് ആധുനികമായ
പുരോഗമന സാഹിത്യത്തിൻ്റെ ഒരു തുടക്കം പോലെയാണ് ആ കവിത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. EMS പുതുമയുടെ അല്ലെങ്കിൽ പുരോഗമന സാഹിത്യ കവിതയുടെ ലക്ഷണമായി കണ്ടത് ദുരവസ്ഥയിലാണെങ്കിൽ, ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് കാണുന്നത് ചിന്താവിഷ്ടയായ സീതയുടെ വിചിന്തനങ്ങളാണ്. വീണപൂവിൽ ആരംഭിച്ച് കരുണയിൽ അവസാനിപ്പിച്ച ആ രചനാലോകം സമാനതകളില്ലാത്ത സർഗാത്മക രേഖയായി മാറി. അഭൗമികമായ സ്നേഹത്തിൻ്റെ തലമാണ് പലപ്പോഴും കുമാരനാശാന്റെ കവിതകളിൽ നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ കാൽപ്പനികം എന്ന് പേരിട്ട് വിളിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് കാൽപ്പനികതയില്ലാതെ സാഹിത്യമേ ഇല്ല. ഏതെല്ലാം പേരിട്ട് നമ്മൾ വിളിച്ചാൽ എല്ലാത്തിലും കാൽപ്പനികതയുടെ അംശമുണ്ട്. കാൽപ്പനികതയുടെ അംശമില്ലാത്ത സാഹിത്യമില്ല എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാൽപ്പനികതയും അതോടൊപ്പം തന്നെ സിംബലിസവും വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, നമ്മൾ എന്തിനാണ് ഈ കവിതകളെയെല്ലാം അല്ലെങ്കിൽ സാഹിത്യത്തെയെല്ലാം ഓരോരോ പേരിട്ട് വിളിക്കുന്നത്? അത് അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യം മാത്രമായിരുന്നുവെന്ന് നമ്മൾ പുനർവായനയിൽ പുനർവിചിന്തനത്തിൽ അറിയും. നമ്മളിപ്പോൾ സത്യാനന്തര കാലവും കഴിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പെറുക്കിത്തീറ്റക്കാരായ മനുഷ്യർ തൊട്ട് ഇൻഡസ്ട്രിയൽ റിവല്യൂഷനും വിജ്ഞാന വിപ്ലവവും കടന്ന് യന്ത്രത്തിൻ്റെ, റോബോട്ടിക്കിൻ്റെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരുപാട് മനുഷ്യ പുരോഗമന രീതികൾ ഈ ഇന്ത്യയിൽ തന്നെ നമുക്ക് കണ്ടെത്താം. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെ ഓരോ പ്രദേശങ്ങളും പല വിധത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. 2 രൂപ പോലും തികച്ച് കൂലി കിട്ടാത്ത മനുഷ്യർ പോലും ജീവിക്കുന്ന ഒരു നാടാണിത്. അതുമാത്രമല്ല, തൊഴിലാളികളുടെ അവകാശമായ തൊഴിൽ സമയം പോലും മാറ്റിവെക്കുന്ന ഈ കാലത്ത് നമ്മൾ നമ്മളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സമരരംഗത്താണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് കുമാരനാശാനെ പോലുള്ള കവികൾ അനുഭവിച്ച കഷ്ടപ്പാടും അവർ നടത്തിയ ചെറുത്തുനിൽപ്പും നമ്മളെ കൂടുതൽ ശക്തരാകാനും കൂടുതൽ കരുത്തരാകാനും കൂടുതൽ നന്നായി പ്രതികരിക്കാനും പ്രതികരണത്തിലൂടെ ഈ നാടിനെ മാറ്റി തീർക്കാനും നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അതെ, ഉറവ് പറ്റാത്ത പ്രചോദനത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ, എതിർപ്പിൻ്റെ, കരുത്തിൻ്റെ പ്രതീകമാണ്, ശക്തിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. 1873 കായ്ക്കരയിൽ നാരായണൻ്റെയും കാളിയമ്മയുടെയും മകനായി ജനിച്ചു കുമാരനാശാൻ.
കാവ്യരചനയിലെ വ്യത്യസ്തതകൾ കൊണ്ട് ആശയ ഗംഭീരനെന്നും സ്നേഹ ഗായകനെന്നുമെല്ലാം വിശേഷങ്ങളുണ്ടായി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കണക്കെഴുത്ത് ജോലിയായി കഴിയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുന്നത്. ആശാന്റെ കഴിവുകൾ കണ്ടറിഞ്ഞ ശ്രീനാരായണ ഗുരു ഡോക്ടർ ഫൽപുവിന്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിലും കൽക്കട്ടയിലുമായി ഉപരി പഠനത്തിനയച്ചു. അവിടെ ന്യായവും വേദാന്തവുമെല്ലാം പഠിച്ചതിലൂടെ തൻ്റെ കാവ്യ രചനയുടെ മികവ് കൂടുന്നതിന് സഹായകമായി. ഗുരുവിൻ്റെ അഭിപ്രായപ്രകാരം ശൃംഗാരകാവ്യങ്ങളെക്കാൾ സാമൂഹ്യ കാവ്യങ്ങൾ ആശാൻ എഴുതി. ഈ കാര്യം സാബിർ നേരത്തെ സൂചിപ്പിച്ചതാണ്. അന്ന് സംഭോഗ ശൃംഗാരത്തിൻ്റെ കവിതകൾക്കായിരുന്നു പ്രസക്തി അധികം. അതായത് അതിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ നമ്പൂരി കവിതകളെന്നോ നായർ കവിതകളെന്നോ ഒക്കെ പറയാവുന്നതാണ്. അവരുടെ അലസമായ ജീവിതത്തിലെ രതിയും താല്പര്യങ്ങളുമാണ് അത്തരം കവിതകളെ പ്രചോദിപ്പിച്ചിരുന്നത്. അത്തരം കവിതകളിൽ നിന്ന്, അതായത് മനുഷ്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അത്തരം മാടമ്പിമാർക്ക് ലൈംഗികാസക്തിയും ലൈംഗിക താല്പര്യവും ആയിരുന്നു. സ്ത്രീകളുടെ പ്രത്യംഗവിധ വിവരണത്തിലൂടെ അവർ എത്തിച്ചേർന്നത് മറ്റൊരു സാഹിത്യ തലത്തിലായിരുന്നുവെന്നും അത്തരം വഴികളല്ല നമുക്ക് ആവശ്യമെന്നും അതുകൊണ്ട് തന്നെ ശൃംഗാര കാവ്യങ്ങളെക്കാൾ സാമൂഹിക കാവ്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമെന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശം ആശാൻ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ ആശാന്റെ മനസ്സിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യമായ വിവേചനങ്ങൾ അദ്ദേഹത്തെ നിരന്തരം അലട്ടിയിരുന്നു. അദ്ദേഹം സാമൂഹ്യ രംഗത്ത് ഇടപെട്ട മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, ഇതിൽ നിന്നെല്ലാം വേർപെട്ട മറ്റൊരു തലത്തിലുള്ള കവിതകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ലേ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. പക്ഷേ അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു ശിഷ്യനായ സഹോദരനയ്യപ്പൻ എത്തിച്ചേർന്ന മേഖലയിലേക്ക് കുമാരനാശാൻ എത്തിപ്പെടുന്നില്ല. കാരണം രണ്ടുപേരുടെയും ചിന്ത രണ്ട് രീതിയിലായിരുന്നു, രണ്ടുപേരുടെയും പ്രവർത്തന മേഖല വിഭിന്നമായിരുന്നു. അപ്പോൾ നമ്മൾ നാരായണ ഗുരുവിനെ ഓർക്കുമ്പോൾ ഈ ജാതിമത മലീമിസമായ ഈ അന്തരീക്ഷത്തിൽ സഹോദരനെ കൂടി നമ്മൾ ഒന്ന് സ്മരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി സഹോദരനയ്യപ്പനെയും ഞാൻ സ്മരിക്കുകയാണ്. താൻ ഉൾപ്പെടുന്ന സമൂഹത്തിലെ അധികാരികളും സവർണരുമായവർ അസവർണരെന്നും അധകൃതരെന്നും വേർതിരിച്ച് നിർത്തി വഴികളിലൂടെ പോലും പോകാൻ അനുവദിക്കപ്പെടാത്ത മനുഷ്യരുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ദുരവസ്ഥകൾ എന്നിവയെല്ലാം കവിതയിലൂടെ കവി അവതരിപ്പിച്ചു. തൻ്റെ
എതിർപ്പ് തുറന്ന് കവിതയിലൂടെ പ്രകടിപ്പിച്ചു. സവർണ മേധാവിത്വത്തിന് കീഴിൽ നിശബ്ദമാക്കപ്പെട്ടിരുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ വലിയൊരു നാവായിരുന്നു നാരായണ ഗുരു എന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ അതിലും ശക്തമായി വിഭിന്നമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ട്, എഴുത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് നിശബ്ദമാക്കപ്പെട്ടിരുന്ന ജനസമൂഹത്തിൻ്റെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തൻ്റെ കാവ്യാത്മകമായ കഴിവും ഉപയോഗിക്കുകയും അങ്ങനെ സമൂഹത്തിൽ മാറ്റം അനിവാര്യമാണെന്നും ഈ സമൂഹത്തിനനുസരിച്ച് ഭരണീയർ മാറിയില്ലെങ്കിൽ ഈ സമൂഹവും കാലവും നിങ്ങളെ തന്നെ മാറ്റുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ കവിയാണ് കുമാരനാശാൻ. കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചുറ്റും മനുഷ്യർ അനുഭവിക്കുന്ന പീഡകൾ, ദുരിതങ്ങൾ എല്ലാം കണ്ടു, എല്ലാം മനസ്സിലാക്കി. പക്ഷേ താൻ കണ്ടത് അതുപോലെ എഴുതുവാൻ, താൻ അനുഭവിച്ചത് അതിതീവ്രമായി അവതരിപ്പിക്കുവാൻ സത്യത്തിൽ അന്നത്തെ ഭാഷ അപൂർണമാണ് എന്ന് പോലും കവിക്ക് തോന്നി കാണും. കാരണം അത്ര തീവ്രമായിരുന്നു അന്നത്തെ അവസ്ഥ. ആശാന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണ് ദുരവസ്ഥ. ഒരു കലാപാന്തരീക്ഷത്തിൽ സാഹിത്യ അന്തർജനം അവളുടെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് എത്തുന്നത് ചാത്തൻപുലയൻ്റെ കുടിലിലാണ്. ആ കുടിലിൽ അഭയം നേടിയ സാവിത്രിയും ചാത്തനും ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലെത്തുന്നു. ജാതി വ്യവസ്ഥയെ തകർക്കുകയും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യ സത്യം തെളിയിച്ചു പറയുകയാണ് ദുരവസ്ഥ എന്ന കൃതിയിലൂടെ കുമാരനാശാൻ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ നമ്പൂതിരി സമൂഹത്തിൽ ഒരാളാണ് വിവാഹം കഴിക്കുന്നത്. പല സ്ത്രീകളും ഭർത്താക്കന്മാരെ കിട്ടാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അസംതൃപ്തകളായ സ്ത്രീകൾക്ക് രക്ഷപ്പെടുവാൻ ഭരണകൂടം തന്നെ പുലപ്പേടി, മണ്ണാപ്പേടി എന്ന് പറയുന്ന ആചാരങ്ങൾ നടത്തിയിരുന്നു. അന്നേ ദിവസം പുലയരുടെയോ മണ്ണാരുടെയോ കൂടെ സ്ത്രീകൾക്ക് ഇറങ്ങിപ്പോകാമായിരുന്നു. ഒരു കല്ലോ മരക്കൊമ്പോ അവരുടെ ദേഹത്ത് കൊള്ളിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. ഇത് സമൂഹം സൃഷ്ടിച്ചതാണ്. അവർ പ്രചരിപ്പിച്ചിരുന്നത് അന്നേ ദിവസം അവർക്ക് ഇതിനുള്ളൊരു അവകാശമുണ്ടെന്നും, അപ്പോൾ ഇത്ര വലിയ വീടുകളിൽ കഴിയുന്ന ഈ സ്ത്രീകളുടെ ദേഹത്ത് അവർ പുറത്തിറങ്ങി വന്നു നിന്നില്ലെങ്കിൽ എങ്ങനെയാണ് കല്ലെറിഞ്ഞു കൊള്ളിക്കുക, അല്ലെങ്കിൽ മണ്ണെറിഞ്ഞു കൊള്ളിക്കുക,
അല്ലെങ്കിൽ മരക്കൊമ്പ് എറിഞ്ഞു കൊള്ളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എറിഞ്ഞു കൊള്ളിക്കുക അസാധ്യമാണ്. അവരെല്ലാവരും ഇത്തരം സവർണ മേധാവിത്വത്തിൻ്റെ അകത്തളങ്ങളിൽ അകപ്പെട്ട് ജീവിതം നശിച്ച് എന്ന് കരുതിയിരുന്നവർ ഒരു രക്ഷപ്പെടലിന് കണ്ട ഉപാധിയാണ് പുലപ്പേടിയും മണ്ണപ്പേടിയും. അപ്പോൾ നമ്മൾ ദുരവസ്ഥയിൽ കണ്ട സാവിത്രിയെ പോലുള്ള പലരും കലാപത്തിനു മുമ്പേ തന്നെ ഇത്തരം പുലയരുടെയും മറ്റ് അസവർണരുടെയും വീടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കേരളീയ ചരിത്രത്തിൽ അടക്കപ്പെട്ട അല്ലെങ്കിൽ മറക്കപ്പെട്ട അല്ലെങ്കിൽ വിസ്തരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അന്വേഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ചരിത്രം രചിച്ച അധികാരികൾ ഒളിപ്പിച്ചു വെച്ച സത്യമാണ് എന്ന് വെറുതെ എന്ന് ചിന്തിച്ചാൽ ആർക്കും ബോധ്യമാകും. ഇങ്ങനെ പറയുമ്പോഴും ജനങ്ങൾക്ക് പാടാനും പറയാനും അവരുടെ ഗതികെട്ട അവസ്ഥയും ജാതി വ്യവസ്ഥയുടെ ജീർണതയും അതിൻ്റെ ആവശ്യമില്ലായ്മയും തുറന്നു പറഞ്ഞ കൃതിയാണ് ദുരവസ്ഥ എന്നുള്ളത്. അന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയായിരിക്കെ തന്നെ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിവുകൾ മാത്രമല്ല, ജാത്യാഭിമാന കൊലപാതകങ്ങൾ പോലും കേരളത്തിൽ പോലും സംഭവിക്കുന്നു. ആദിവാസികളെ പോലും കൂട്ടം കൂടി ആക്രമിക്കുന്നു. ഇപ്പോഴും ദളിതർ നഗർ എന്ന പേരിട്ട് വേർപെട്ട് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിയുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം. മറ്റൊരു കവി പാടിയതുപോലെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്നുള്ളത് ആശാൻ മുൻപേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു വിത്ത് വർഷങ്ങൾക്ക് ശേഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മുളക്കാം. അങ്ങനെ മുളക്കുന്നത് പോലെ തന്നെയാണ് കവിതകളിലെ വരികളും ആശയങ്ങളും. അവ എത്ര വർഷം മണ്ണിനടിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അവഗണനയിൽ അകപ്പെട്ടാലും അത് ഒരിക്കൽ വീണ്ടും മുളക്കുകയും ചോദ്യങ്ങളാവുകയും ആ ചോദ്യങ്ങൾ സമൂഹത്തെ വേട്ടയാടുകയും ചെയ്യും എന്നുള്ളത് സാഹിത്യത്തിലും ഒരു നേരാണ്. വിത്തിന് ജീവൻ വെക്കുന്നത് പോലെ കവിതയ്ക്കും ജീവൻ വയ്ക്കും. കാലം എത്ര കടന്നുപോയാലും അത് മനുഷ്യചിന്തയിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾക്ക് കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല. അതെ, ആശയങ്ങൾ അങ്ങനെയാണ്. ആശയങ്ങൾ അങ്ങനെ മരിക്കുകയില്ല. അതിങ്ങനെ എത്ര മൂടപ്പെട്ടാലും ചാരത്തിനടിയിലെ കനലുപോലെ പതുക്കെ പതുക്കെ നീറിക്കൊണ്ടിരിക്കും. ഒരിക്കലൊരു കാറ്റിൽ അത് വലിയ തീയാകും, അഗ്നിയാകും. അങ്ങനെയുള്ള തീയാണ്, അഗ്നിയാണ് ആശാന്റെ കവിതകൾ.
ആശാന്റെ കവിതകളിലെ ആശയങ്ങൾ കൊണ്ട് തന്നെ ഇന്നത്തെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ജാതിമത സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുക വളരെ അത്യാവശ്യമാണ് എന്നും അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നവർ, നമ്മളെപ്പോലുള്ളവർ, അവരുടെ എതിർപ്പ്, ശത്രുക്കളുടെ എതിർപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണമെന്നും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എതിരാളികളുടെ ആശയഗതികളുടെ, പ്രാചീനമായ അവരുടെ ധാരണകളുടെ, സമൂഹത്തെ നശിപ്പിക്കുന്ന അവരുടെ രീതികളെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കവിതയുടെ വായനയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ബോധ്യങ്ങളിലൂടെ തന്നെ വേണം നമ്മൾ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും സമൂഹ ജീവിതത്തിലെ ചലനങ്ങൾ മനസ്സിലാക്കുകയും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പുതുതായി രൂപം കൊണ്ട വിപുലീകരിക്കപ്പെട്ട ഇടത്തരക്കാരുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ആശയങ്ങളെ അവരുടെ മനസ്സുമായും അവരുടെ ജീവിതവുമായും ഒന്ന് സമതുലനാവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ആശയങ്ങൾ വീണ്ടും കരുത്തുള്ളതാവുകയും നമ്മൾ വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക. ആശാന്റെ കവിതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും പൊരുതുക 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 എന്നതാണ്. വീണപൂവിലായാലും നളിനിയിലായാലും ലീലയിലായാലും കരുണയിലായാലും ചണ്ടാല വിഷുകിയിലായാലും പ്രരോദനത്തിലായാലും ചിന്താവിഷ്ടയായ സീതയിലായാലും ദുരവസ്ഥയിലായാലും നമ്മൾ കാണുന്നത് പോരാട്ടത്തിൻ്റെ വേരോട്ടങ്ങളാണ്. അതെ, നമ്മളും പോരാട്ടത്തിൻ്റെ വേരോട്ടങ്ങളാകുക. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കാവ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് സത്യത്തിൽ തനിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രതിരോധം തന്നെയാണ്, ഒരു മറുപടിയാണത് എന്ന് ആശാൻ ആ കൃതിയുടെ മുഖവുരയിൽ തന്നെ പറയുന്നുണ്ട്. സത്യസന്ധവും ധർമ്മനിരതവുമായ അന്ധകരണത്തെ കൃത്രിമ മാർഗത്തിൽ വിഷമിപ്പിക്കുന്ന ദുശക്തികളുടെ വർണ്ണനകളാൽ എല്ലാ വർഗക്കാരുടെയും സാഹിത്യം ഏറെക്കുറെ നിബിഡമാണ്. അനവധി യോഗ്യന്മാരെ ഇന്നും ആ ദുഷ്ടശക്തികൾ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സമ്മതിച്ചേ തീരൂ. കാലദേശമനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ട്. അതെ, എഴുത്തുകാരനെ, വിപ്ലവകാരിയായ എഴുത്തുകാരനെ, മാറ്റത്തിൻ്റെ പാട്ടുകാരായ എഴുത്തുകാരെ എവിടെയും എന്നും വിമർശിക്കാറുണ്ട് എന്നുള്ള കാര്യം ആശാൻ ഇവിടെ എടുത്തു പറയുന്നത് അന്ന് വായനക്കാരുടെ ഭാഗത്ത് അധികമുള്ളത് വിദ്യാസമ്പന്നരായ സവർണരായിരുന്നു. അസവർണർക്ക് അന്ന് വിദ്യാഭ്യാസം അത്ര സാർവത്രികമായി കിട്ടിയിരുന്നില്ല എന്നതും നേര് തന്നെയാണ്. ഇതിന്
ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. എന്നാൽ സാധുവായ ഗ്രാമവൃക്ഷത്തിലെ കുയിലിൻ്റെ അനുഭവം അത്തരത്തിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ കൃതിയിൽ കടന്നു വരുന്ന ഒരു ദൈവദൂതൻ ഈ കുയിലിനെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. പകൽ കാക്കകളും രാത്രിയിൽ വവ്വാലുകളും ഇതിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശബ്ദമുണ്ടാക്കി അതിൽ നിന്ന് കുയിൽ രക്ഷപ്പെടുകയാണ്. തൻ്റെ കവിതയാകുന്ന ശബ്ദം കൊണ്ട് ആണ് ഇദ്ദേഹം രക്ഷപ്പെടുന്നത്. ഇങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കവിത ആരംഭിക്കുന്നത് ഉഗ്രവൃതൻ മുനി വസിക്കുന്ന ഒരു ഊരിൽ നിന്നുമാണ്. ഈ ഉഗ്രവൃതനായ മുനി ശ്രീനാരായണ ഗുരുവാണ്. SNDP യോഗത്തിനെ വൃക്ഷമായും കുയിൽ ആശാന്റെയും പ്രതീകമായി മാറുന്നു. അങ്ങനെ ഈ കവിത തൻ്റെ തന്നെ അനുഭവങ്ങളിലൂടെ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെ തൻ്റെ സമൂഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിന്താവിഷ്ടയായ സീത, നമുക്ക് ചിന്താവിഷ്ടയായ ശ്യാമളയെ നന്നായിട്ട് അറിയാമല്ലോ. പക്ഷേ ചിന്താവിഷ്ടയായ സീത മറ്റൊരു കവിയും ആ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ചതാണ്. രാജാവും ഭർത്താവുമായ രാമനാൽ പരിത്യജിക്കപ്പെട്ട, പരീക്ഷിച്ച് ഉറപ്പുവരുത്തി രാവണനിൽ നിന്ന് രക്ഷിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഏതോ ഒരാളുടെ വാക്ക് കേട്ട് സ്വന്തം അനുജനോട് ഗർഭിണിയായ സീതയെ നാട് കടത്തുവാൻ വിധിക്കുന്ന ഒരു രാജാവിൻ്റെ പേരും രാമൻ എന്ന് തന്നെയാണ്. വാൽമീകിയുടെ ആശ്രമത്തിൽ വളരുന്ന കുട്ടികളായിരുന്നു സീതയുടെ ഏക ആശ്രയം. കുട്ടികൾ വളർന്നു. അവർ വാൽമീകി എഴുതിയ രാമായണം പഠിച്ചു. അത് രാജസദസ്സിൽ അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് തന്നോട് തന്നെ ആത്മഗതമായി സീത പറയുന്ന രീതിയിലാണ് ഈ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര മനോഹരമായ രചനാതന്ത്രമല്ലേ! ഇന്നത്തെ കവികൾക്കും മറ്റെഴുത്തുകാർക്ക് പോലും അസാധ്യമായ രീതിയിലുള്ള ഒരു സങ്കല്പനമാണ് ഇവിടെ കുമാരനാശാൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കവികൾക്ക് കാലമില്ല, കാലത്തിനെയും അതിവർത്തിക്കുന്നവരാണ് കവികളെന്ന് പറയുന്നത്. ചിന്താവിഷ്ടയായ സീതയിൽ സീത പറയുന്ന ചില വരികൾ നമുക്കെല്ലാവർക്കും ഓർമ്മയിലുള്ളതാണ്. ഒരു നിശ്ചയമില്ലൊന്നിനും വരും ഓരോരോ ദശ വന്ന പോലെ തിരിയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമാർ ഓർക്കുമോ. ഒരു വേള
പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരാം. ശരിയായി മതിരിച്ചിരിടാം സ്വയം പരിശീലിപ്പൊരു കയ്പു താനുമേ. കയ്പ് പോലും മധുരമാവുന്ന അവസ്ഥയുണ്ട് എന്ന് ആശാൻ പറയുന്നത് വെറുതെയല്ല. ഇന്ത്യയിലെ മിക്ക മനുഷ്യരും അവരുടെ ജീവിതം നിറയെ കയ്പായിട്ടും ഒരു നേരം വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റായിട്ടും അവർ ഇപ്പോഴും ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ വരികൾ. അതെ, പഴക്കം കൊണ്ട് എല്ലാം നമുക്ക് ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. സീത അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ സുകുമാർ അഴീക്കോടും കുട്ടിക്കൃഷ്ണമാരാരും വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ പോലും ചോദിക്കാൻ പ്രാപ്തമാകാത്ത കാര്യങ്ങളാണ് സീത ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫെമിനിസ്റ്റുകൾക്ക് എത്തിപ്പെടാത്ത ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഇവർ സംസാരിക്കും. അല്ലെങ്കിൽ കേരളത്തിലെ ഫെമിനിസത്തിൻ്റെ ഒരു തുടക്കം ചിന്താവിഷ്ടയായ സീതയിൽ നിന്നാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. നമ്മൾ കുറച്ചു നേരമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നത് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പരിസരത്തെ നിരീക്ഷിക്കുകയും അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് സമാന ഹൃദയരായ മനുഷ്യരുമായി നമ്മൾ സംവദിക്കുകയും ചെയ്യുമ്പോഴാണ് ചലനാത്മകമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുക. അങ്ങനെ സമാനമായ ജനതയുടെ സ്നേഹപൂർണമായ ഒരു ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയാണ് നിങ്ങളുടേതെന്ന് എനിക്കറിയാം. എങ്കിലും അതിനിടയിലാണ് കുമാരനാശാന്റെ വീണപൂവ് ഓർത്തുപോകുന്നത്. നമുക്കെല്ലാവർക്കും പൂക്കളെ ഇഷ്ടമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് കാലഘട്ടത്തിലും നമ്മളുടെ കേരളത്തിൽ പൂക്കളുണ്ടാകും. ഏതെങ്കിലും പൂക്കൾ, പ്രത്യേകിച്ച് ചെമ്പരത്തി പൂക്കൾ നമ്മുടെ വേലിക്കരികിൽ, ഇപ്പോൾ വേലികളില്ലെങ്കിലും മതിലിനരികിലും പലതരം ചെമ്പരത്തികളുണ്ട്. നമ്മൾ പൂക്കളെ നോക്കും. പൂക്കളെ അധികം നമ്മൾ നുള്ളിയെടുക്കാറില്ല. അതിങ്ങനെ വീണു കൊഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധിക തുങ്കപദത്തിൽ രാജ്ഞി പോലെ ശോഭിച്ചിരുന്ന ഒരു പൂവ് സാവധാനം ആ പൂവ് വാടാൻ തുടങ്ങുന്നു. അവസാനം വാടി കൊഴിയുന്നു. മനുഷ്യജീവിതം ഇങ്ങനെയാണെന്നും മനുഷ്യജീവിതത്തിൻ്റെ ദാർശനികമായ മറ്റൊരു കാഴ്ചപ്പാട് പൂവിലൂടെയാണ് മഹാകവി വിവരിക്കുന്നത്. ആ കവിതയാണ് വീണപ്പൂവ്. പൂവ് ചെടിയുടെ ലൈംഗിക അവയവമാണ്. അത് വീണ്ടും ജനിക്കാനുള്ള ഒരു വഴിയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ട് വീണപൂവ് വെറും വീണപൂവ് മാത്രമല്ല, മുളച്ചുയരാനും പുതിയ പുതിയ പൂക്കൾ ഉണ്ടാക്കാനും സൗന്ദര്യവും സന്തോഷവും സ്നേഹവും സൗഹൃദവും നൽകാനും നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഭംഗിയും നമ്മൾക്ക് ഭക്ഷണവും നൽകുവാനുള്ള ഒരു വഴിയുമാണ് പൂക്കളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഓരോ കവിതകളും നമുക്ക് ജീവിക്കാനും ജീവിപ്പിക്കാനും പുതിയ പുതിയ സാംസ്കാരിക മുന്നേറ്റങ്ങൾ നടത്തുവാനുമുള്ള അടയാളങ്ങളാണ് പൂവുകളെന്നും വീണപൂവ് മുളക്കാനുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും മുളക്കുന്ന പൂവുകളാണ്. ഒരു ജീവിതത്തിൽ തന്നെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല പല ശ്രമങ്ങളിലൂടെ പല പല ശാഖകളായി നിങ്ങൾ മുളക്കുന്നു, നിങ്ങളുടെ ചില്ലകൾ വീശുന്നു, അതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും വിജയങ്ങൾ നേരുകയാണ്. മറ്റൊന്ന് എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്ന കവിത നളിനിയാണ്. നളിനി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരിക്കാം ഞാൻ പഠിച്ചതെന്നാണ് തോന്നുന്നത്. സ്ത്രീകളുടെ പേരാണ് അധികവും നമ്മൾ കാണുന്നതല്ലേ, നളിനി, ലീല എന്നൊക്കെ. ഈ നളിനി അന്വേഷിച്ചു വരുന്നത് തൻ്റെ ചെറുപ്പകാലത്തിലെ പ്രിയപ്പെട്ടവനെയാണ്. വളരെ നാളുകൾക്ക് മുമ്പ് അവൻ അവിടെ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന്, നളിനിയുടെ ഗ്രാമത്തിൽ നിന്ന് ദിവാകരൻ്റെ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ്. നളിനി ഒറ്റയ്ക്ക് ദിവാകരനെ അന്വേഷിച്ചു പോവുകയും അവൾ മറ്റൊരു സന്യാസി സംഘത്തിൽ ചെന്ന് ചേരുകയുമാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ അവൾ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ദിവാകര യോഗിയെ മുട്ടുകയാണ്. കണ്ട മാത്രയിൽ തന്നെ കാലങ്ങൾ എത്ര കടന്നുപോയെങ്കിലും അവർക്ക് പരസ്പരം മനസ്സിലാകുന്നു. ആ മനസ്സിലാകലിലൂടെ അവളുടെ അന്വേഷണവും വന്നതിൻ്റെ ലക്ഷ്യവും ഒരു കുടുംബമായി ജീവിക്കുന്നതിൻ്റെ തൻ്റെ ആഗ്രഹവും ദിവാകര യോഗിയോട് പറയുന്നു. പക്ഷേ അദ്ദേഹം അത്തരം അവസ്ഥകളിൽ നിന്നെല്ലാം വളരെ ഉയർന്ന തലത്തിലെത്തുകയും തൻ്റെ മനസ്സിൽ ദൈവത്തിനുള്ള വഴി അതിവിസ്തൃതമാക്കുകയും ആത്മീയതയുടെ അഗാധ തലങ്ങളിലേക്ക്, മെറ്റാഫിസിക്കൽ തലങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തതുകൊണ്ട് തന്നെ നളിനിയുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണ് അല്ലാതെ വേറൊരു വഴിയും ദിവാകരനുണ്ടായിരുന്നില്ല. പക്ഷേ നളിനിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുള്ള ഒരു നടപ്പ് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവാകര യോഗിയോട് സംസാരിച്ച് പ്രണയത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ ബലി കൊടുക്കുന്നത് പോലെ മരണത്തിലേക്കുള്ള പാത തിരഞ്ഞെടുക്കുന്നത് ദിവാകരൻ്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് എന്നുള്ളത് നളിനി എന്ന കവിതയിലെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും സ്ത്രീ പുരുഷ പ്രതികരണങ്ങളുടെയും ഒരു വലിയ ആശയതലം
നമ്മളിൽ തുറന്നുവിടുന്നു. ലീലയിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ലോകത്തെ. ലീലയിലെ ലീല വളരെ സ്വാഭാവികമായി പ്രതികരിക്കുന്ന ഒരു വാർത്തകപുത്രിയാണ്. പല സ്ഥലങ്ങൾ കണ്ടുവരുന്നു, പലയിടങ്ങൾ കണ്ടുവരുന്നു. അതിനിടയിൽ ലീലയ്ക്ക് ഒരു വിവാഹബന്ധം മറ്റൊരു സമ്പന്നനിൽ നിന്ന് ഉണ്ടാകുന്നു. അത് അച്ഛനും എതിർപ്പില്ല. പക്ഷേ അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, പ്രിയപ്പെട്ടവനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് അവൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ വീടിൻ്റെ അഭിമാനം, ബന്ധങ്ങൾ, സ്ഥാനങ്ങൾ, ഇതെല്ലാം അവളുടെ മനസ്സിൽ സംഘർഷമുണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ലീല തോറ്റുപോയെന്ന്. ലീല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കരുതും ഇവൾ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന പ്രണയം ശരിയായിരുന്നില്ല, അത് അവൾക്കൊരു കളിയായിരുന്നു എന്നാണ്. പക്ഷേ സാധാരണ സമ്പന്നമായ ഒരു കുടുംബത്തിലെ സ്ത്രീക്ക്, പുരുഷത്വ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ പിന്തുടർന്നു വരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് എങ്ങനെ എതിർത്ത് തോൽപ്പിക്കാനാകും? പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ മരണത്തോടുകൂടി അവൾ ഇത്തരം കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടുകയും തൻ്റെ പ്രിയപ്പെട്ട കാമുകനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ട് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന പ്രണയത്തിൻ്റെ അഗാധമായ അഗ്നിയുടെ കരുത്ത് എന്താണെന്നും അത് എത്ര കാലവും കെടാതെ നിൽക്കുന്നതാണെന്നും അത് പെട്ടെന്ന് ആളിപ്പടരുമെന്നും അതിൻ്റെ ജോലിയിലൂടെ അവർക്ക് സഞ്ചരിക്കാനാകുമെന്നും അവർക്ക് കണ്ടെത്താനാകുമെന്നും നമ്മളോട് കവി പറയുമ്പോൾ അതിശയത്തോടുകൂടി മാത്രമേ ആ കവിതയുടെ വായന നമുക്ക് തീർക്കാനാകൂ. കരുണയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആശാന് ഹിന്ദുമത ആത്മീയതയോട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ബംഗാളിൽ പോയിട്ടുണ്ട് സംസ്കൃതം പഠിക്കാൻ. അവിടുത്തെ അന്നത്തെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചലനങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ ആത്മീയത ഉൾക്കൊണ്ടിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ ആത്മീയത അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. ആത്മീയതയുടെ ഒരു വഴിയിലൂടെ കടന്നു പോകുന്ന അദ്ദേഹത്തിന് ഇന്ത്യയിലെ ദർശനങ്ങളിൽ, നാസ്തികമായ ദർശനങ്ങളിൽ ഒന്നാണ് ബുദ്ധദർശനം. ബുദ്ധദർശനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ് കാരുണ്യം. ആ കാരുണ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് കരുണ രചിക്കപ്പെടുന്നത്. അതായത് ആത്മാവും പരമാത്മാവും എന്ന് തരംതിരിക്കുകയും രണ്ടാണെന്ന് പറയുകയും ആത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുകയും ദ്വൈതവും അദ്വൈതവും വെച്ച് ഭൗതിക തലത്തിൽ ബുദ്ധിപരമായ തർക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ നാരായണ ഗുരുവിൻ്റെ ദർശനത്തിലുള്ള ആത്മീയതയിൽ രണ്ടും ഒന്നാകുമ്പോൾ
എല്ലാവരും ഒന്നല്ലേ എന്നും എല്ലാ മനുഷ്യരും തുല്യരല്ലേ എന്നും രണ്ടല്ല എന്നും ഒന്നാകുമ്പോൾ അവിടെ ജാതി അപ്രസക്തമാകുമെന്നും പറയുന്ന നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനം ശങ്കരന്റെ അദ്വൈത ദർശനത്തിൽ നിന്ന് വിഭിന്നമാണ്. ശങ്കരന്റെ അദ്വൈത ദർശനത്തിൽ ജാതിയും മതവുമെല്ലാം ഉണ്ട്. ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തിൽ ആത്മാവും പരമാത്മാവും ഒന്നാകുന്നത് പോലെ എല്ലാ മനുഷ്യരിലും ഉള്ളത് ഒരേ ചൈതന്യമാണെന്നും അവർ തുല്യരാണെന്നുമുള്ള വാദഗതിയുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഇക്കാര്യം അതിൻ്റെ മർമ്മത്തിൽ തന്നെ മനസ്സിലാക്കിയ ശിഷ്യനാണ് നമ്മളുടെ കവി. അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരുണ. തകർക്കപ്പെട്ട ബുദ്ധമതത്തിൽ അതിൻ്റെ സ്വാധീനം നിറയെയുള്ള സ്ഥലമാണ് കേരളം. ഈഴവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതും ബുദ്ധൻ തന്നെയാണ്. ബുദ്ധദർശനത്തിലൂടെ, ബുദ്ധ പാഠശാലകളിലൂടെ, ബുദ്ധവൈദ്യത്തിലൂടെയാണ് ഇവിടെ ബ്രാഹ്മണാധിപത്യത്തിന് ഒരു പരിധി വരെ ചെറുത്ത് നിൽക്കുവാനായിട്ട് ഈഴവരാതി സമൂഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് എന്നതും ചരിത്രം തന്നെയാണ്. ചണ്ഡാലഭിഷിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അന്ന് ഇവിടെ നിലനിന്നിരുന്ന ജാത്യാചാരങ്ങൾ, വഴി നടക്കാൻ പറ്റില്ല, പൊതു ജലസംഭരണിയിൽ നിന്ന് വെള്ളമെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ, ഒരിക്കലും ഒരു ബുദ്ധഭിക്ഷു ഒരു ചണ്ഡാല സ്ത്രീയായ മാതങ്കിയോട് വെള്ളം ചോദിക്കുന്നതും അവൾക്ക് അതിനുള്ള അധികാരമില്ല എന്ന് പറയുന്നതും, അവസാനം ഭിക്ഷു പറയുന്നത് ജാതി ചോദിച്ചില്ല, ഞാൻ സോദരി, എനിക്ക് കുടിക്കാനായി കുറച്ച് വെള്ളം വേണമെന്നാണ്. അവസാനം അവർ വെള്ളം കൊടുക്കുകയും അവർ ആ ബുദ്ധഭിക്ഷു സംഘത്തിൽ അംഗമായി തീരുകയും ചെയ്യുന്ന മാനസികമായ മാറ്റവും അതോടൊപ്പം താൻ അന്നുവരെ അനുഭവിച്ചിരുന്ന അവഗണനയിൽ നിന്നുള്ള രക്ഷപ്പെടലും കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടലുമാണ്. നിങ്ങൾ സൗഹൃദങ്ങൾ എല്ലാവരും തന്നെ പരസ്പരം കാരുണ്യമുള്ളവരായതുകൊണ്ട് തന്നെ കാരുണ്യത്തോടെ നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് അന്നത്തെ കാലത്ത് എഴുതപ്പെട്ട ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയും കരുണയും ബുദ്ധമത സ്വാധീനത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ആശാൻ തൻ്റെ ഭാവനയുടെ കരുത്തിൽ നിന്ന് രൂപപ്പെടുത്തി തന്നതാണ്. അതെ, ആശാൻ എന്ന വിളിപ്പേര് അന്ന് നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയതാണ്. പ്രരോദനം എന്ന് പറയുന്ന കൃതി AR രാജരാജവർമ്മയുടെ മരണത്തിന് ശേഷം എഴുതിയതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ നല്ലതാക്കാനും നമ്മുടെ ജീവിതം കൂടുതൽ അഴകുള്ളതാക്കാനും നമ്മുടെ സമൂഹം കൂടുതൽ ഉയർന്നതാകാനും പരസ്പരമുള്ള ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ
മാറ്റി മറിച്ച് തുല്യതയുടെ ഒരു ലോകം സൃഷ്ടിക്കാനുമായുള്ള ആത്മീയമായതും ഭാവനാപരമായതുമായ ശ്രമങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും നമ്മുടെ സമൂഹത്തെ, കേരളീയ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഉയർന്ന തട്ടിലേക്ക് എത്തിക്കുവാനും ഇന്ത്യയിലെ കഷ്ടപ്പാട് നിറഞ്ഞ, ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയെ മാറ്റിത്തീർക്കുവാനുമുള്ള ശ്രമങ്ങളിലാണെന്നും നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്നും അത് വിജയിക്കുമെന്നും ഉള്ളാലെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പരസ്പരം കണ്ടുമുട്ടുവാനും കുറെ നേരം സംസാരിക്കുന്നത് കേൾക്കുവാനും കഴിഞ്ഞതിൽ നിങ്ങളോടെല്ലാവരോടും ഞാൻ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. സബീറിനെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. സഖാക്കളെ, മുന്നോട്ട്.